ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കർക്കിടകത്തിൽ ഉലുവ ചോറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് കർക്കിടകത്തിൽ മാത്രമല്ല, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും 7 ദിവസം 5 ദിവസം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. ഞാനിതേ ഒരു കപ്പ് അളവിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒഴിച്ചിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. 1 കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ, 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തേങ്ങ കൂടുതൽ ഇടുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉലുവയുടെ കയ്പ്പ് അറിയാതിരിക്കാൻ അത് ഉപകരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും നല്ലതുമാണ്. ചെറിയുള്ളി നമ്മൾ കൈക്കൊണ്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. കഴുകി എടുത്തിട്ടുള്ള അരി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. ഉലുവയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഒരുപാട് ധാരാളം അയണിൻ്റെ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. വേദന, കടച്ചിലും മഴക്കാലത്തൊക്കെ ഉണ്ടാകും. തണുപ്പ് കാലത്ത് നമുക്ക് കൈക്കാല വേദന, അതുപോലെ തന്നെ കടച്ചിലും വെച്ചിലൊക്കെ ഉണ്ടാകുന്ന അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഉലുവ കഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉലുവ കഴുകി എടുത്തിട്ടുണ്ട്. തേങ്ങ, ചെറിയുള്ളി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അരി ഇട്ട ഉടനെ തന്നെ ഇത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഗർഭിണികളൊന്നും ഇത് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ 2 വിസിലിന് ഇത് വെന്തിട്ടുണ്ട്. 2 വിസിൽ മതി, ഇത് വേവും. നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കുക്കറിലൊക്കെ വെക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അടഞ്ഞു പോവാതൊക്കെ നോക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഉലുവ ചോറ് വെന്തിട്ടുണ്ട്. കഴിക്കാനൊക്കെ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ചമ്മന്തിയോ അധികം എരിവോ പുളിയോ ഒക്കെ ഇല്ലാത്ത എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഓംലെറ്റ്, ചെറിയ തരം നല്ല കുരുമുളകൊക്കെ ചാലിച്ച ചമ്മന്തി അതൊക്കെ കൂട്ടിയാണ് സാധാരണ കഴിക്കാറുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.